ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, 5 മണിക്ക് കൃത്യം ടോക്ക് നോക്കിയിരുന്നവർക്ക് ഇപ്പൊ എന്നോട് ഭയങ്കര സ്നേഹം തോന്നിയിട്ടുണ്ടാവും. താമസം കാണുന്നവർ കുഴപ്പമില്ല. എന്താ വെച്ചാൽ ഞാൻ അത് അങ്ങോട്ട് വേറെ കാര്യത്തിൽ മുഴുകി അങ്ങോട്ട് വിട്ടുപോയി. അത് സോറി കേട്ടോ, നിങ്ങൾ ക്ഷമ ചോദിക്കുന്നു. എന്തായാലും ഇപ്പൊ തന്നെ എടുക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത്. പ്രൈസ് ദി ലോർഡ്. പരമുള്ള സഹോദരങ്ങൾ, ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറം ചൊല്ലി, അതായത് എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കേട്ടോ. പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് 1 തിമോത്തി 6:6 അടിസ്ഥാനപ്പെടുത്തിയാണ്. തലക്കെട്ട് ഇങ്ങനെയാണ്: വലിയ നേട്ടം കൈവരണമെങ്കിൽ, വലിയ നേട്ടം വരണമെങ്കിൽ എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. അതിനും ഇതാണ്, അതായത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ നേട്ടമാണ്. നല്ലൊരു വചനമാണ്. അപ്പോൾ അതിന് താഴെ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ ഇങ്ങനെയാണ്: ധനവാന്മാരാകാൻ ആഗ്രഹിക്കുന്നവര് അവര് പ്രലോഭനത്തിലെ കെണിയിൽ അകപ്പെട്ടു പോകും. പിന്നെ അതേപോലെ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കും. അതിന് തൊട്ട് മുകളിലത്തെ വചനം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അതായത് ദൈവഭക്തി പോലും ധനമാർഗത്തിന്, അങ്ങനത്തെയൊക്കെയുള്ള ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ചില മനുഷ്യരുണ്ട് എന്നൊക്കെയുള്ള ചില പ്രബോധനങ്ങളെ കുറിച്ചൊക്കെയാണ് ഇതിന് മുകളിൽ കിടക്കുന്നത്. സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാസ്തവത്തില് ഈ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതിന് ദൈവഭക്തി എന്ന് പറയുന്നത് വലിയ നേട്ടമാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ല. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, അതായത് പഴയ നിയമത്തിൽ തന്നെ ഒരു വചനം കിടക്കും, സങ്കീർത്തനം. കാരണം അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തന്നേച്ചാൽ വലിയ കൂടുതലും വേണ്ട, എന്നാൽ ദാരിദ്ര്യവും ഞങ്ങൾക്ക് തരരുത്. അവിടെയാണ് ദൈവഭക്തി, അവിടെയാണ് ദൈവപരിപാലന. ഉദാഹരണം പറഞ്ഞാൽ ഒരു കോടീശ്വരനായ എല്ലാ ഇതുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ദൈവാശ്രയം ഇല്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ഇപ്പൊ ഇന്നത്തേതിനുള്ള കാര്യത്തിന് ഇപ്പൊ ആകാശപ്പറവകളൊക്കെയുള്ള ആശ്രമങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ അവരൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. ഇന്ന് വൈകുന്നേരം ആൾക്കാർക്ക് കൊടുക്കാൻ ഭക്ഷണമില്ല. അവരിങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസത്തെ ഭക്ഷണം ആരിലൂടെ എങ്കിലും ദൈവം എത്തിച്ചു തരും. ഞാൻ ഉദാഹരണം പറയാം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ആ ഒരു ദൈവപരിപാലന, ദൈവശരണം, ഇതിലൂടെ എല്ലാം മുന്നോ. അതേസമയം എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഉദാഹരണം പ്രാർത്ഥിക്കുമ്പോൾ എന്നാ പറയണത്, പ്രാർത്ഥിച്ചു എല്ലാ കാര്യം നടക്കണം, അത് നടക്കണം, ഇത് നടക്കണം, ഇത് നടക്കണം, അത് നടക്കണം, അത് നടക്കണം. അതല്ലല്ലോ, അല്ലേ? ഇതിനകത്ത് കഷ്ടതയുണ്ട്, ഇതിനകത്ത് ഞെരുക്കമുണ്ട്, ഇതിനകത്ത് സഹനമുണ്ട്, ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട്, ഇതെല്ലാം ഇതിനകത്ത് അങ്ങനെ എല്ലാം ഉണ്ട്. അത് ഉള്ളത് കൊണ്ട് ഒരു തൃപ്തി. ഒരു ചെറിയ വീടൊക്കെ ഉണ്ട്, ദൈവാനുഗ്രഹം അല്ലെ, ദൈവം തന്നു വലിയ തന്നു. അല്ലാതെ ദൈവം അവർക്ക് വീടുണ്ട് എനിക്ക് വീടില്ല, അവർക്ക് വീടുണ്ട് എനിക്ക് വീട്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തിയായി. മറ്റേ ദൈവന്റെ പ്രാർത്ഥനയില്ല, ഞാൻ പ്രാർത്ഥിക്കുകയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്തിനാ വെറുതെ സമയങ്ങളാണ്? ശരിയാണോ? എന്നാ പിന്നെ അങ്ങ് സ്വീകരിച്ചോ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവെ, അത്ഭുതകരമായ ദൈവ സാന്നിധ്യം കൊണ്ട്, കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിന് നന്ദി പറയുക. കർത്താവായ ദൈവമേ, ഈ ഒരു വചനം ജീവിക്കാൻ്റെ കൃപ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾക്ക് ലഭിക്കട്ടെ. കർത്താവായ ദൈവമേ, പ്രത്യേകം ഇന്ന് ആശീർവദിക്കുമ്പോൾ കർത്താവേ, എത്ര പേര് വചനം കേൾക്കുന്നു, ഓരോരുത്തരെയും പ്രാർത്ഥന ആവശ്യങ്ങൾ, മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങൾ, ഫോണിലൂടെ, വാട്സപ്പിലൂടെ, മെയിലിലൂടെ, പിന്നെ നേരിട്ട് വിളിച്ച എല്ലാ നിയോഗങ്ങളും ദൈവത്തിന്റെ കരം ശക്തമായിട്ട് വരട്ടെ എന്ന് ആശീർവദിക്കുക. തടസ്സങ്ങൾ യേശുനാമത്തിൽ വന്ന് വിട്ടോട്ടെ. കർത്താവിന്റെ വലിയൊരു കൃപയുടെ അഭിഷേകം നിങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ എന്ന് പറയാം. നിങ്ങൾക്ക് കർത്താവെ ഇവരുടെ ഈ ആവശ്യങ്ങൾ നടന്നവർക്ക് സാക്ഷ്യം പറഞ്ഞിട്ട് വരട്ടെ എന്ന് എനിക്ക്. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മളെല്ലാവരോടും കൂടി കഴിയും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.